അപ്പൊ ദിസ് ടു ദിസ് ഇതിൽ നിന്ന് ഞാൻ ഇങ്ങനെ ഇതിലേക്കായി. അപ്പൊ എന്റെ ജേർണിയെ പറ്റി പറയാം. ഓക്കെ, അപ്പോൾ എന്റെ വെയിറ്റ് ലോസ് ജേർണിയെ പറ്റി ചെറിയൊരു ഷോർട്ട് വീഡിയോ ഞാൻ ഇടുവാണ്. ഒത്തിരി പേര് എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് ഇട്ടു, എങ്ങനെ ഈ ഒരു ഡയറ്റും എക്സസൈസും വെച്ച് ഇത്രയും ഒരു 27 കിലോ എങ്ങനെ കുറച്ചു എന്നുള്ളത്. ഓക്കെ, അപ്പൊ അതിനെപ്പറ്റി കാണാം. എന്റെ ഡയറ്റ് എന്ന് പറയുന്നത് ഞാൻ പ്രോട്ടീൻ ഡയറ്റ് ആണ് എടുത്തത്. 3 മീൽസ് പ്രോട്ടീൻ ആണ് കൂടുതൽ ഇൻക്ലൂഡ് ചെയ്തത്. പിന്നെ ഞാൻ ആ ടൈമിൽ ഒരു പ്യുവർ വെജിറ്റേറിയൻ ആയിരുന്നു. എൻ്റെ ഒരു പേഴ്സണൽ റീസൺ കൊണ്ടിട്ട് ഞാൻ പ്യുവർ വെജിറ്റേറിയൻ ആയിരുന്നു. അപ്പോൾ എനിക്ക് പ്രോട്ടീൻ കണ്ടന്റ് ആയിട്ട്, അതായത് പ്രോട്ടീൻ സോഴ്സ് കുറവായിരുന്നു. എഗ്, ചിക്കൻ ഇതൊന്നും കഴിക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഞാൻ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് എക്സ്ട്രാ പ്രോട്ടീൻ പൗഡർ, ഞാൻ ഒരു മീല് പ്രോട്ടീൻ ഷേക്ക് ആയിട്ട്. പിന്നെ ഞാൻ നേരിട്ട ചലഞ്ച് എന്ന് പറയുന്നത് ഹോസ്റ്റലാണ്. ഹോസ്റ്റലിൽ എന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും കറക്റ്റ് ആയിട്ടുള്ള ഡയറ്റ് കിട്ടണമെന്നില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെയാണ്. എല്ലാവർക്കും ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം എങ്ങനെ ഹോസ്റ്റലിൽ നിന്ന് ഇങ്ങനെ വണ്ണം കുറയ്ക്കാണ്. പക്ഷേ ഹോസ്റ്റലിൽ നമുക്ക് ചില ഫുഡുകളൊക്കെ കാണുമല്ലോ. അപ്പോൾ അതിൽ നിന്ന് കുറെ പ്രോട്ടീൻ റിച്ചഡ് ആയിട്ടുള്ള ഫുഡ് ഞാൻ കഴിക്കും. പിന്നെ അല്ലാത്ത ടൈമിൽ ഞാൻ ആ ഒരു ടൈമിൽ ഞാൻ ആദ്യം പറഞ്ഞുകൊണ്ട് പ്യുവർ വെജിറ്റേറിയൻ ആയതുകൊണ്ട് ഞാൻ എക്സ്ട്രാ പ്രോട്ടീൻ പൗഡറും കൂടെ എന്റെ മീൽ ആഡ് ചെയ്യുമായിരുന്നു. ഓക്കെ, ഇപ്പോൾ ഒരു മീൽ ഇവിടെ ഹോസ്റ്റലിൽ പ്രോട്ടീൻ ഇല്ലെങ്കിൽ ഞാൻ ഒരു നേരം ഞാൻ പ്രോട്ടീൻ ഷേക്ക് എടുക്കും. അങ്ങനെയൊക്കെ ആന്റി ഓക്സിഡന്റ്, സ്കിന്നിന് വേണ്ടി ആന്റി ഓക്സിഡന്റ് ആയിട്ട് ഗ്രീൻ ടീ കുടിക്കായിരുന്നു, ഡാർക്ക് ചോക്ലേറ്റ്, അതൊരു 99% ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കുമായിരുന്നു. പിന്നെ ഷുഗർ കട്ട് കംപ്ലീറ്റ് ആക്കണം. കംപ്ലീറ്റ് ജങ്ക്സ് അവോയ്ഡ് ചെയ്യണം. ഓക്കെ, പിന്നെ വല്ലപ്പോഴും ഇപ്പോൾ ഒരു ചീറ്റ് ഡേ ലൈക്ക് എന്നാലും ഞാൻ ഷുഗർ കണ്ടന്റ് ആയിട്ടുള്ളതൊന്നും കഴിക്കില്ല, പക്ഷെ നോക്കി കഴിക്കണം. ഓക്കെ, അതായത് പ്രോട്ടീൻ ആയിട്ടുള്ള ഇപ്പോൾ പനീറിന്റെ 65, പനീർ ടിക്ക, ഒരു നാന് അങ്ങനെയൊക്കെ ആയിരുന്നു ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത് ചീറ്റ് ഡേ എന്ന് പറയുമ്പോൾ തന്നെ. ഇപ്പോഴത്തെ ഒരു വാട്ടർ ഇൻടേക്ക് എന്ന് പറയുന്നത് 3.25 ലിറ്റർ വെള്ളമാണ്. അപ്പോൾ ഇപ്പോഴത്തെ എൻ്റെ ഒരു വെയിറ്റ് അനുസരിച്ച് എനിക്ക് ഡെയിലി 3.25 ലിറ്റർ വെള്ളം കുടിക്കണം. അപ്പോൾ അത് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ബ്ലഡ് ടെസ്റ്റ് എല്ലാം ചെയ്തു, LFT, RFT, ക്രിയാറ്റിൻ ഇതെല്ലാം ചെയ്തു. പക്ഷേ ഇതൊക്കെ നോർമൽ ആയിരുന്നു. ഞാൻ എൻ്റെ റിസൾട്ടിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ കാണിച്ചു തരാം അടുത്ത വീഡിയോയിൽ. പിന്നെ എക്സസൈസിനെ പറ്റി പറയുവാണെങ്കിൽ ഞാൻ ഈ റൂമിൽ തന്നെ ഇരുന്നുള്ള എക്സസൈസ് ആണ്. അത് നമ്മുടെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ അതിന്റെ ലിങ്ക് ഒക്കെ ആഡ് ചെയ്യാം. നമ്മുടെ യൂട്യൂബിലുണ്ട് കുറച്ച് ഷോർട്സ്, അതിൽ എഫക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് നല്ല എക്സസൈസ് വീഡിയോസ് ഒക്കെ ഉണ്ട്. അത് ഞാൻ ടാഗ് ചെയ്തേക്കാം. ഞാൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ഡാൻസ് കളിക്കുന്നതുകൊണ്ട് ഒരു 1 അവർ എനിക്ക് ഡാൻസ് കളിക്കാൻ ഇഷ്ടമുള്ളതുകൊണ്ടും ഒരു 1 അവർ ഞാൻ ഡാൻസ് ചെയ്യും. ഈ ഒരു എനിക്ക് ചെറിയൊരു സ്പീക്കർ ഉണ്ട്, അപ്പോൾ ഇത് വെച്ചിട്ട് പാട്ടൊക്കെ ഇട്ട് ഈ ഒരു ഏരിയയിൽ തന്നെ ഞാൻ ഇങ്ങനെ ഡാൻസ് കളിക്കും ഒരു 1 അവർ. ഓക്കെ, അതിനുശേഷം പിന്നെ ഞാൻ ഒരു 1 അവർ വാക്കിംഗ് ആണ് ചെയ്യുന്നത്. അത് വിത്ത് നോ കോംപ്രമൈസ്. ഈവൻ ഏത് ഷിഫ്റ്റ് ആണെങ്കിലും ഞാൻ 1 അവർ വാക്കിംഗ് ചെയ്തിരിക്കും. ഓക്കെ, അതിപ്പോൾ നൈറ്റ് ഷിഫ്റ്റ് ആണെങ്കിൽ പോലും ഞാൻ 4:30 to 5:30 4:30 എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം വെയിലൊക്കെ ഉള്ള ഒരു സമയമാണ് ചില സമയങ്ങളിൽ, എന്നാലും ഞാൻ ഒരു 1 അവർ വാക്ക് ചെയ്യും. ഓക്കെ, പിന്നെ മോർണിംഗ് ഷിഫ്റ്റ് ആണെങ്കിൽ ഈവനിങ് 5:30 to 6:30, ഈവനിങ് ഷിഫ്റ്റ് ആണെങ്കിൽ 7 AM to 8 AM, അല്ലെങ്കിൽ 6 AM to 7 AM. അങ്ങനെയാണ് എൻ്റെ ഒരു വാക്കിംഗ് ടൈം എന്ന് പറയുന്നത്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. എനിക്ക് പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചിലർക്ക് ഇഷ്ടപ്പെടുമെന്ന് അറിയത്തില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഒരു വാക്കിംഗ്. സ്കിൻ കെയറിനെ പറ്റി പറയുകയാണെങ്കിൽ ആന്റി ഓക്സിഡന്റ് ആയിട്ടുള്ളതൊക്കെ കഴിക്കുക. പിന്നെ ഈ ഷുഗർ കട്ടും ഈ എക്സസൈസും ഒക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിന് നാച്ചുറലി ഒരു ഗ്ലോയും ടോണും ഒക്കെ വരും. ഇത്രയും കാര്യങ്ങൾ കൺസിസ്റ്റൻസി ആയിട്ട് ഞാൻ ചെയ്തു എൻ്റെ ലൈഫിൽ. അതിന്റെ റിസൾട്ട് എനിക്ക് കിട്ടി. ഞാനിപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ്, നമുക്ക് ഇഷ്ടമുള്ള എന്ത് കാര്യവും നമുക്ക് ചെയ്യുന്നതിൽ ഇപ്പോൾ ഞാൻ ഭയങ്കര കോൺഫിഡന്റ് ആണ്. അപ്പോൾ ഇതിലിപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ എങ്ങനെ ഹോസ്റ്റൽ ഫുഡ് വെച്ചിട്ട് നമുക്ക് ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനും നമുക്ക് കാലറി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യാനും പിന്നെ ഞാൻ എടുത്ത പ്രോട്ടീൻ പൗഡറിന്റെ ഡീറ്റെയിൽസും ഗ്രീൻ ടീയുടെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഷെയർ ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ.